അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്നവരാവണം. അങ്ങനെ 4 വിഭാഗത്തെ പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ തകുൻ ഖാമിസ, 5-മതൊരാൾ ആകാൻ പാടില്ല. ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരാളാവണം. എന്നിട്ട് ഇൽമ് നന്നായിട്ട് പഠിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെ മരണം വരെ ഒരു ഇൽമ് പഠിക്കണം, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നതാണല്ലോ ഒരു ഇൽമ് പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ ഇൽമ് ഏതുവരെ? കുറച്ചൊക്കെ പഠിച്ചില്ലേ, ഇനി അവിടെ നിൽക്കട്ടെ, അതങ്ങനല്ലല്ലോ. മറിച്ച് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറയുമ്പോൾ ഒരു തൊട്ടിലിൽ മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. തൊട്ടിലിൽ നിന്നെന്താ പഠിക്കുന്നത്? നമ്മുടെ ഉമ്മ താരാട്ട് പാടുന്നത് നമ്മളറിയാതെ നമ്മുടെ കാതുകളിൽ എത്തുകയാണ്. ഉമ്മ പാടുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഓർക്കുകയാണ്. താലോലം 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 കുഞ്ഞേ, താലോലം കേട്ട് നീ ഉറങ്ങണം കുഞ്ഞേ. അങ്ങനൊക്കെ പാടിയിട്ട് അതിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിലൂടെ പഠിച്ചു അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്. നമ്മുടെ ചെറുപ്പം മുതലേ കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഇടയ്ക്ക് ഹസ്ബി റബ്ബി സല്ലല്ലാഹു മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിങ്ങനെ പാടുമ്പോൾ അറിയാതെ ആ കുട്ടി നന്നാവുകയാണ്. ആ കുട്ടിയുടെ കാതുകളിലൂടെ ഹൃദയത്തിലെത്തുകയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാതെ, ഒന്നും പറയാൻ കഴിയാതെ, ചിലപ്പോൾ ഉമ്മ ഉമ്മ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ ഈ കാതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ഡയറക്ഷനുണ്ട്, ഒരു കണക്ഷനുണ്ട്. ആ കാതുകളിലൂടെ ഉമ്മയുടെ നാക്കിൻ തുമ്പിലൂടെ വരുന്ന ഓരോ ദിക്റുകളും ഓരോ പാട്ടുകളും അവൻ്റെ കാതുകളിലൂടെ തട്ടി അവനറിയാതെ ഇസ്ലാമികമായ ഒരു നല്ല ഒരു അന്തരീക്ഷം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു. നേരെ മറിച്ച് ആ പാട്ട് പാടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പാട്ടാണെങ്കിൽ, ഇസ്ലാമിനോട് യോജിക്കാത്തതാണെങ്കിൽ, പിന്നെ ആ കുട്ടിയുടെ കാര്യം വഴി തെറ്റുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള നമ്മുടെ ജീവിതം, അത് തൊട്ടിൽ മുതൽ നമുക്ക് അത്യാവശ്യം തമ്മീസെത്തുന്ന ഒരു ബോധം എത്തുന്നത് വരെ ഉമ്മയാണ് നമ്മുടെ ഉസ്താദ്. ആ ഉമ്മ വേണ്ടതൊക്കെ നമ്മെ പഠിപ്പിച്ചു. ആ കുട്ടി വളർന്നു. മുട്ടുകുത്തുന്ന സമയത്ത് കുട്ടി ചിലപ്പോൾ മൂത്രമൊഴിച്ചേക്കാം, കാഷ്ടിച്ചേക്കാം, അതെല്ലാം വാരി വൃത്തിയാക്കി. പിന്നെ കുട്ടി ഇങ്ങനെ വളരുമ്പോൾ ഒറ്റക്ക് അവൻ എങ്ങനെ വൃത്തിയാവണം, ഒറ്റക്ക് എങ്ങനെ അവൻ്റെ ഇസ്തിൻജാ ചെയ്യണം, ഇതെല്ലാം പഠിച്ച് അവനെങ്ങനെ വളർത്തി. പിന്നീട് മദ്രസയിലേക്ക് എത്തി. അവനിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ പടിപടിയായി ഉയരുകയാണ്. അങ്ങനെയല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വളർത്തിയത്. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾ നീ ആരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അതൊരു മറ്റൊരു സെഷനാണ്. അവര് നമ്മുടെ ഉമ്മ ഉപ്പ, അത് വല്ലാത്തൊരു കാരുണ്യമുള്ള 2 വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു അവരുടെ തണൽ നമുക്ക് ദീർഘകാലം നൽകുവാനാകട്ടെ. എന്നിട്ട് നമ്മെ ഉപദേശിക്കുകയാണ്, ഓ മനുഷ്യ, നീ ഇൽമിനെ തേടണം, നന്നായി ഇൽമിനെ തേടണം. അങ്ങനെ ഇൽമിനെ തേടി നീ ഇൽമിനെ എപ്പോഴും ജീവിതത്തിൽ കൊണ്ട് നടക്കണം. എന്നിട്ടോ നിന്റെ ഹൃദയം ഇടക്കിടക്ക് ക്ലീൻ ചെയ്യാൻ ആ ഇൽമ സഹായിക്കും. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കാൻ ആ ഇൽമ കൊണ്ട് കഴിയും. ആ ഇൽമ കൊണ്ട് നീ നന്നായി നിന്റെ നിയ്യത്ത് നന്നാക്കണം. എന്നിട്ടോ ഇൽമ ലഭിക്കാനുള്ള കാരണങ്ങൾ നീ തേടിപ്പോകണം. ഇവിടെയെല്ലാം ഇൽമുണ്ടോ
അതെല്ലാം വാരിയെടുക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. എന്നിട്ടോ നിന്റെ മേൽ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ നീ നിർവഹിക്കണം. ആ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും 24 മണിക്കൂർ കഴിയുമ്പോൾ 5 വക്ത് നിസ്കാരങ്ങൾ, ആ 5 വക്ത് നിസ്കാരങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കണം. പടച്ചോനെ, ഇന്നത്തെ രാവും പകലും കഴിഞ്ഞല്ലോ. ഈ രാവും പകലും എന്റെ ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബ്ഹിയും അത് വേണ്ട പോലെ ആയിട്ടുണ്ടോ? അതിൽ എത്ര ജമാഅത്ത് നിസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്? അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് കിട്ടിയിട്ടുണ്ടോ? അതിനുള്ള ദിക്റുകളൊക്കെ പരിപൂർണമായിട്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? ഒക്കെ ഓരോന്നും പരിശോധിച്ചു നോക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ സയ്യിദുൽ മഖ്ദൂം അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ ശീലിപ്പിച്ചൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്ന് 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ശേഷമുള്ള ദിക്റുകൾ ചൊല്ലണം. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബർ ചൊല്ലി പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും ചൊല്ലിയിട്ട് നന്നായി ഒരു 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് ചെയ്യുന്ന സമയങ്ങളിൽ പെട്ടതാണ് ബഅദ സ്വലാത്ത്, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ എന്ന് പറയുന്നത്. അത് അൽഹംദുലില്ലാഹ് നമ്മെ ശീലിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓരോ മിഹ്റാബുകളിലും എഴുതി വെക്കേണ്ടതില്ല. വിദേശ നാടുകളിൽ നമ്മൾ പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഓരോ പള്ളിയുടെയും മിഹ്റാബിന്റെ അടുത്ത് അവർ എഴുതി വെച്ചുകയാണ് അദ്കാറു ബഅദ സ്വലാത്ത്, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. സലാം വീട്ടിൽ മൂടും തട്ടി പോകുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള പലരും അങ്ങനെ തന്നെ ഇരുന്നവർ ചൊല്ലുകയാണ്. എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ഇത് നിങ്ങൾ ചൊല്ലിയാൽ അത് കടലിലെ തിരമാലകൾ കണക്കെ എത്രയാണോ നിങ്ങളുടെ പാപങ്ങളുള്ളത് അതെല്ലാം പുറത്തു തരാനുള്ള കാരണമാണ്. നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്ന് നിങ്ങൾ ദുആയും കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ് അതിന്റെ മര്യാദ. എന്നിട്ട് പറയുന്നു, ഒരു ന്യൂനതയും കൂടാതെ നിന്റെ ഫർളുകളൊക്കെ നീ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് അല്ലാഹു പൊരുത്തപ്പെടുന്ന വിഭാഗത്തിൽ നീ പെടുക. അല്ലാഹുവേ, അത്തരം നല്ല മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു തന്ന മഹാനാണ്. ദിക്റുകൾ ക്രോഡീകരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നെടുത്തു. ആ ഹദീസുകളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോ ദിക്റുകളും അത് സ്വബാഹിലും മസായിലും അഥവാ പ്രഭാതത്തിൽ എന്ത് ചൊല്ലണം, വൈകുന്നേര സമയങ്ങളിൽ എന്ത് ചൊല്ലണം, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചൊല്ലണം, ഇതെല്ലാം സമാഹരിച്ച് ഒരു മുസ്ലിം ഇതൊന്ന് പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ല സുരക്ഷിതത്വം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്ന ഒരു വലിയ ദിക്റിന്റെ സമാഹാരമാണ് ഉർദുൽ ലത്തീഫ്. അതുപോലെ തന്നെയാണ് ദിക്റിന്റെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എഴുതി ചേർക്കപ്പെട്ട മഹാനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഉർദുൽ ലത്തീഫ് ചൊല്ലാറുണ്ടോ? ഒരു 10-15 സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. രാവിലത്തെ സമയം ഉർദുൽ ലത്തീഫ് എന്ന് പറയുന്നത് അതേ രൂപത്തിൽ ഇശാഇന്റെ ശേഷമോ ഇശാഇന്റെ മുമ്പോ
നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ നമുക്ക് അതും കിട്ടുകയാണ്. ഇത് രണ്ടും ഒരു മുഅ്മിനായ മനുഷ്യൻ പതിവായി കൊണ്ട് നടന്നാൽ, ഇത് പതിവാക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുനാക്കിലൂടെ പറയപ്പെട്ട ദിക്റുകളാണ്. ആ ദിക്റുകൾ നമ്മളൊന്ന് ചൊല്ലിയാൽ അതിന്റെ ഫലം എന്താണെന്നറിയോ? ആ മനുഷ്യൻ അത് അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ഹുസ്നുൽ ആഖിബ, അവന്റെ ആഖിബത്ത് നന്നാകുന്നതാണ്. അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ കുറെ ജീവിച്ചു, പക്ഷേ അവസാനം മോശമായാൽ പിന്നെ ഒന്നിനും കൊള്ളാത്തവരല്ലേ. നേരെ മറിച്ച് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹദ്ദാദ് പതിവാക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, വിറുദുൽ ലത്തീഫ് പതിവാക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, അൽഹംദുലില്ലാഹ് എത്ര വലിയ ഭാഗ്യവാനാണ്. അതിങ്ങനെ പതിവാക്കുമ്പോൾ പടച്ചോനെ എനിക്ക് നന്മ വർദ്ധിപ്പിക്കണം എന്ന ചിന്ത വരും. പിശാച് മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകും. നേരെ മറിച്ച് ഇതൊന്നും ചൊല്ലുന്നില്ല, ദിക്ർ ചൊല്ലുന്നില്ല, ഒരു ആയത്തുൽ കുർസി ഒന്നും ചൊല്ലുന്നില്ല, അപ്പോഴാണ് ശരീരത്തിലേക്ക് ഹീറ്റ് കടന്നു വരിക. അപ്പൊ പിന്നെ BP ആണ്. എപ്പോ നോക്കിയാലും പ്രഷർ, എന്ത് പറഞ്ഞാലും പ്രഷർ. ആ പ്രഷറിനെ മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്ന് അത് വിറുദുൽ ലത്തീഫാണ്. ആ പ്രഷറിനെ ഏറ്റവും മാറ്റാൻ കഴിവുള്ള മരുന്ന് ഹദ്ദാദ് റാത്തീബ. ഇതിങ്ങനെ ചൊല്ലുമ്പോ നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ മനസ്സ് നന്നായി അല്ലാഹുവിലേക്ക് ഖുർആൻ ഓതാൻ കഴിയും, അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലാൻ കഴിയും. അല്ലാഹു ആ രൂപത്തിൽ നമ്മെ പാകപ്പെടുത്തി തീർമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ശിഷ്യൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ഉസ്താദേ, അയ്യുഹുമാ അഫ്ളലു ലിൽ അബ്ദി ഇഖ്ഫാദുൽ ഇബാദാതി ഔ ഇദ്ഹാറുഹാ? ആരാധനകൾ ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തി ചെയ്യുന്നതാണോ നല്ലത്? ഔ ഇദ്ഹാറുഹാ, അതല്ല ഇഖ്ഫാദുൽ ഇബാദാത്ത്, ഇഖ്ഫാദുൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യുന്നതാണോ നല്ലത്? ഔ ഇദ്ഹാറുഹാ, അതല്ല പരസ്യമായി ചെയ്യുന്നതാണോ നല്ലത്? അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ യഅലം, നീ അറിയണേ, അന്ന ഇദ്ഹാർ അഫ്ളലു ലിമൻ ലാ യഖ്ശാ അൻ നഫ്സിഹി. ഒരാളുടെ മനസ്സിൽ റിയാ വരുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ, ഞാൻ മോശമല്ല, ഞാൻ അത്യാവശ്യം പള്ളിയിൽ വരുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ് എന്ന ചിന്ത അവന്റെ മനസ്സിലില്ല, അങ്ങനെയുള്ള ആളാണ് എങ്കിൽ പരസ്യമായി ചെയ്യുന്നതിനൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് ആളുകൾ കാണണം, ഞാൻ മോശക്കാരനല്ല എന്ന് ആളുകൾ പ്രശംസിക്കണം എന്നൊക്കെയാണ് മനസ്സിൽ വരുന്നത് എങ്കിൽ നീ ആ പണിയെടുക്കരുത്. ഉദാഹരണത്തിന് സ്വതക്ക ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് നീ കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയരുത് എന്ന് പറയാറുണ്ടല്ലോ. അതെന്തിനാണ് മോനെ? നീ അറിയാതെ സ്വതക്ക കൊടുക്കുന്നു. അങ്ങനെ സ്വതക്ക കൊടുക്കുമ്പോൾ അതിന് വലിയൊരു പവറുണ്ട്. നേരെ മറിച്ച് എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് നീ കൊടുക്കുന്നത്. പക്ഷേ നിന്റെ മനസ്സിൽ അതുകൊണ്ട് ഒരു കിബറും വരുന്നില്ല, ഒരു റിയാവും വരുന്നില്ല, ഒന്നും വരുന്നില്ല എങ്കിൽ നീ പരസ്യമായി കൊടുത്തോ പ്രശ്നമില്ല. പരസ്യമായി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു നേട്ടമുണ്ട്. ഇന്നാലിന്ന ആള് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കൊടുക്കണമെന്ന് മറ്റുള്ളവരുടെ മനസ്സിലും കൂടെ വന്നാൽ ഈ ആദ്യം കൊടുത്ത ആൾക്ക് അതിന്റെ ഒരു മിസിലൂടെ കൂലി ലഭിക്കുകയാണ്. നേരെ മറിച്ച് ആദ്യം കൊടുത്ത ആള് തന്നെ മനസ്സിൽ ഞാന് കൊടുക്കുകയാണ്, അതെല്ലാരും അറിയണോ എന്ന ചിന്തയാണോ? ഒരു 5000 രൂപ കൊടുക്കുകയാണെന്ന് കരുതുക, ആ 5000 രൂപ അതോടുകൂടെ വെള്ളത്തിലായി പോയി. അതിന്റെ കൂലിയൊന്നുമില്ല, ആളുകളുടെ ഇടയിൽ പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കുമ്പോ അദ്ദേഹം കുഴപ്പമില്ല എന്ന് പറയാനാണ് എങ്കിൽ അത് വെറും നീ എഴുന്നേൽക്കലും തായലും റുക്കൂയിലേക്ക് കുനിയലും സുജൂദിലേക്ക് കുനിയലുമായി അതുകൊണ്ട് ഫലം ലഭിക്കുന്നില്ല.
നേരെ മറിച്ച് സുന്നത്ത് നിസ്കരിക്കുമ്പോ പഠിച്ചോനെ എന്റെ സുന്നത്ത് നിസ്കാരം നീ കബൂലാക്കണം. ഫർദിന് വല്ല പാകപ്പിഴവുകളും വന്നാൽ എനിക്ക് അതിന്റെ ഭാഗത്ത് സുന്നത്ത് വെച്ചിട്ട് കൈച്ചിലാകാനുള്ളതാണല്ലോ സുന്നത്ത്, അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്ന രൂപത്തിലാണോ നിനക്ക് ആ സുന്നത്ത് കൊണ്ട് കൂലി കിട്ടി? ഖുർആൻ ഓതുകയാണോ? ഞാൻ തരക്കേടില്ല, ഖുർആനൊന്നും നല്ല ഓതുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയണം എന്നുള്ള ചിന്തയോടുകൂടെയാണോ? ഖുർആൻ കൊണ്ടൊരു ഫലവും കിട്ടുന്നില്ല. നേരെ മറിച്ച് ഖുർആൻ ശഫാഅത്തുൽ അഹ്ലിഹി, അത് ഓതുന്ന ആളുകൾക്ക് അതിന് ശഫാഅത്ത് ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഓതുന്നതനുസരിച്ച് അവന് കൂലി ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ദിക്ർ ചൊല്ലുമ്പോൾ, ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ആ രൂപത്തിലാണോ നീ ചെയ്യുന്നത്, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുണ്ട്. എന്നാൽ നേരെ മറിച്ച് നിന്റെ മനസ്സിലെ റിയാ വരുന്നുണ്ടോ, നീ അങ്ങനെ പരസ്യമായി ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം, ഉസ്താദേ, അയ്യുഹുമാ അൽ ഖൗഫു വർ-റജാഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുമല്ലോ, അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷയെ കൂടുതലായി പേടിക്കുന്നതാണോ നല്ലത്, അതല്ല അല്ലാഹുവിന്റെ മാപ്പിലും പ്രതിഫലത്തിലും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തലാണോ നല്ലത്? ഉസ്താദിന്റെ മറുപടി, മോനെ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഖൗഫ, തീർച്ചയായും ഭയം എന്ന് പറയുന്നത് അഫ്ളലു ലിമൻ ഖവിയ്യതു നഫ്സുഹു വഅഅലമു മൈലുഹാ വമഅസിഹാ ഹത്താ തസ്തഖീം. നിന്റെ മനസ്സിലുണ്ടാകുന്ന ദുർവിചാരങ്ങൾ, ദുഷ്പ്രവണതകൾ, ദുർവാസനകൾ, ഈ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ഇത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നതും ഭയപ്പാട് കൂടുന്നതുമാണ് നല്ലത്. കാരണം ദുർനടപ്പുകാരൻ ചീത്തയിലേക്ക് വ്യതിചലിച്ചു പോവുകയാണ്. അത്തരം ആളുകൾക്ക് അള്ള മാപ്പ് തരൂലേ എന്നൊരു ചിന്ത വന്നാൽ പിന്നെ ആ തെറ്റിൽ നിന്ന് മാറൂല. നേരെ മറിച്ച് നന്നായി കള്ളു കുടിക്കുന്ന ആളാണ്, ആ കള്ളു കുടിക്കുന്ന ആളുടെ മുമ്പിൽ നീ അദ്ദേഹത്തോട് അള്ള മാപ്പ് തരുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാപ്പാക്കുന്നവനല്ലേ അള്ളാ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കള്ളുകുടി നിർത്തുകയില്ല. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കള്ളുകുടിയന് കത്തെഴുതിയ സംഭവം ചരിത്രങ്ങളിൽ കാണുമല്ലോ. കള്ളുകുടിയന് കത്തെഴുതി, മോനെ നീ കള്ളുകുടി നിർത്തണം, അല്ലാഹു തആല മാപ്പാക്കുന്നവനാ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെയും കള്ളുകുടിക്കാൻ തുടങ്ങി. കാരണം അള്ള മാപ്പാക്കുന്നവനല്ലേ, തൗബ ചെയ്താൽ അള്ള പുറത്തു തരൂലേ എന്നൊരു ചിന്ത വന്നപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠോരമാണ്. അതുകൊണ്ട് മോനെ നിന്റെ കള്ളുകുടി നീ നിർത്തണം. ഈ വാചകം കേട്ടപ്പോ ആ മനുഷ്യൻ കള്ളുകുടി നിർത്തി. നോക്കൂ, ഇതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മോനെ നിന്റെ മനസ്സെപ്പോഴും തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്താൽ പടച്ച റബ്ബ് നരകം അവിടെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, സ്വർഗവും തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് തെറ്റ് ചെയ്യുന്നവൻ എത്തുകയില്ലല്ലോ, തൗബ ചെയ്ത് അതെല്ലാം ക്ലീനാക്കിയാലല്ലേ എത്തുക എന്നൊരു മനസ്സ് വരികയും അവൻ അതിൽ നിന്ന് മുക്തമായി ജീവിക്കുകയും ചെയ്താൽ അവന്റെ മനസ്സ് അങ്ങനെ നന്നായി പോകും. നേരെ മറിച്ച് മറ്റൊരു ചിന്ത എന്നിലേക്ക് ഞാൻ ഇട്ടു തരുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷ കൊടുക്കണം. ഏത് സമയത്താണ്? അഫ്ളലു ലിമൻ അശ്റഫ അലൽ മൗത്ത്, ഒരാൾ മരിക്കാനായാൽ രോഗശയ്യയിലാണ്, അത്തരം ആളുകളോട് നീ പറയേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണയാണ് ഇട്ട് കൊടുക്കേണ്ടത്.
സാരല്ല, ഒരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം നന്നായി പള്ളിയിൽ വന്ന വ്യക്തിയാണ്, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, കൃത്യമായി സുന്നത്ത് നിസ്കരിച്ച വ്യക്തിയാണ്, കൃത്യമായി ഖുർആൻ ഓതിയ, ഒരു ദിവസം തന്നെ 2-3 ജുസ് ഓതിയ വ്യക്തിയാണ്. ആ മനുഷ്യന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. ആ അസുഖം വന്ന വ്യക്തിയെ നമ്മൾ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം സങ്കടം കൊണ്ട് പറയാണ്, അജയരെ അല്ലെങ്കിൽ ഉസ്താദേ അല്ലെങ്കിൽ ഇക്കാക്ക, എനിക്കിപ്പം പണ്ടത്തതുപോലെ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ തല ചുറ്റലാണ്, ചിലപ്പോൾ കണ്ണ് കാണൂല, ഇങ്ങനെയൊക്കെ പറയുകയാണ്. അദ്ദേഹത്തോട് നമ്മൾ നല്ല റജാ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല പ്രതീക്ഷ. സാരല്ല, നിങ്ങൾക്ക് കഴിയുന്ന കാലത്ത് നിങ്ങൾ പള്ളിയിൽ വന്നില്ലേ, നിങ്ങൾ കൃത്യ സമയത്ത് പള്ളിയിൽ ഉണ്ടാകുന്ന ആളല്ലേ, ഉസ്താദിന്റെ നേരെ വേക്കിൽ വന്നിരുന്ന് നിൽക്കുന്ന ആളല്ലേ, ഇപ്പോ നിങ്ങൾക്ക് പ്രയാസമായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ കാഴ്ചക്കുറവ് കൊണ്ടല്ലേ വരാൻ കഴിയാത്തത്. സാരല്ല, അത്തരം ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അദ്ദേഹം നേരത്തെ ഇഖ്ലാസോടുകൂടെ വന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാത്തത് ഒന്നിരിക്കൽ വാർദ്ധക്യം കാരണമാണ്, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ തകരാറുകൾ കാരണമാണ് എങ്കിൽ പടച്ചിറപ്പ് അവന്റെ ജീവിതകാലം ഒന്ന് പരിശോധിച്ചു നോക്കും. ആ പരിശോധന നടത്തിയിട്ട്, അങ്ങനെയാണല്ലോ ഒരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിക്ക് C മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട്. ആ മാർക്കിൽ ചിലപ്പോൾ ഹാജർ പരിശോധിക്കും, അസൈൻമെന്റ് എഴുതിയോ എന്ന് പരിശോധിക്കും. എന്നിട്ട് ഈ കുട്ടിയുടെ അറ്റൻഡൻസ് എങ്ങനെയാണ്, അസൈൻമെന്റ് എങ്ങനെയാണ്, ഈ കുട്ടി അധ്യാപകരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു C മാർക്ക് 20 മാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ 10 മാർക്ക് കൊടുക്കുന്നത് എങ്കിൽ പടച്ചറപ്പിന്റെ ഒരു C മാർക്കുണ്ട്. ആ C മാർക്ക് ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഇവന്റെ ജീവിതകാലത്ത് ഇവൻ കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നവനാണോ, ഇവൻ കൃത്യമായിട്ട് ഖുർആൻ ഓതുന്നവനാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ ആ മാർക്ക് എടുത്ത് അവന്റെ ഇപ്പോൾ കഴിയാത്ത ആരോഗ്യ പ്രശ്നം കാരണം കൊണ്ട് പള്ളിയിൽ വരാത്തത് കാരണം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെ കൊണ്ട് പള്ളിയിലേക്ക് വരാതിരിക്കുന്നതിന് പ്രതിഫലമായി C മാർക്ക് അവിടെ ഇട്ടുകൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറയാ, സാരല്ല, പടച്ച റബ്ബല്ലേ നിങ്ങൾക്ക് കൂലി തരുട്ടോ, വിഷമിക്കണ്ട എന്ന് പറയണം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ചോദിക്കുകയാണ്, അല്ലയോ ഉസ്താദേ, വഅമ്മിൻ അറാദ അൻ യജഅല ലിനഫ്സിഹി വിർദൻ ഖുർആനൻ ഔ തസ്ബീഹൻ ഔ തഹ്ലീല. പതിവായി ഒരു ദിക്ർ ചൊല്ലാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു, അദ്ദേഹത്തിന് നല്ലത് ഖുർആൻ ഓതുകയാണോ, അതല്ല തസ്ബീഹ് ചൊല്ലലാണോ, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലലാണോ വേണ്ടത്? ഉസ്താദിന്റെ മറുപടി, മോനെ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ശൈഉൻ അഫ്ളലു മിൻ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണത്തെക്കാളും ശ്രേഷ്ഠമായ ഒന്നും ലോകത്തില്ല. ഖുർആൻ അത് വലിയ ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥമാണ്, ആർക്കും തർക്കമില്ല. ഖുർആൻ അത് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അർത്ഥം ചിന്തിച്ച് തർത്തീലായി വളരെ മനോഹരമായി ഓതുന്നത് കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്. അത് ഓതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം എത്രയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഖുർആൻ ഓതുന്നത് നിർത്തരുത്. കാരണം ഇത് രാജാതിരാജനായ അല്ലാഹുവിന്റെ കലാമാണ്. അതിന്റെ ഓരോ ഹർഫിനും 10 ഹസനത്ത് കൂലിയാണ്. വലാകിൻ ഫീ തബഇൽ ഇൻസാനി സാമത്തുൻ വൽ മലാല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വഭാവം അവന്റെ പ്രകൃതിയാണ്. അവന് ഒരുപാട് ഇങ്ങനെ ഓതുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരും. അപ്പൊ മടുപ്പ് വരുമ്പോ നീ തഹ്ലീൽ ചൊല്ലണം. ആ മടുപ്പിനെ ഇല്ലാതാക്കാൻ നീ തസ്ബീഹ് ചൊല്ലണം.
അപ്പൊ കുറെ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു റാഹത്തായി, ഒരു തഹ്ലീൽ ചൊല്ലുമ്പോൾ റാഹത്തായി, പിന്നെ ഖുർആൻ ഓതുന്നു, പിന്നെ തഹ്ലീൽ ചൊല്ലുന്നു, പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, പിന്നെ ഇൽമു കേൾക്കുന്നു. അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു നല്ല ഒരു ഉന്മേഷത്തോടു കൂടെ കഴിയുകയാണ്. ഇപ്പൊ നമ്മൾ ചോറ് വയ്ക്കുകയാണ്. ചോറ് വയ്ക്കുന്ന സമയത്ത് വെറും ചോറ് ഇങ്ങനെ തിന്നുമ്പോ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ആ ടേസ്റ്റിന് വേണ്ടി വെറും ചോറാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സംബന്ധി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ, അല്ലെങ്കിൽ ചിലപ്പോ ചിലതൊക്കെ ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുകയാണ്. വെറും ചോറ് മാത്രം തിന്നാലോ അതിനൊരു ടേസ്റ്റ് കിട്ടൂല. എന്നതുപോലെ തന്നെ എന്റെ ശരീരത്തെ ഖുർആനാണെങ്കിലും മടുപ്പ് വരുത്താൻ പാടില്ല. അങ്ങനെ പാകപ്പെടുത്തിയവനാണ് നല്ല ബുദ്ധിയുള്ളവൻ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ മഹാനവറുകളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുന്നു, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ എല്ലാറ്റിനും ഫലമായി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ, ഏതെങ്കിലും വ്യാജന്മാരുടെ അടുത്ത് പോയി നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് പണം എറിഞ്ഞു കൊടുത്ത് പിന്നീട് വീണ്ടും പണം ചോദിച്ച് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ നിന്നെ വശീകരിച്ച് ഇല്ലാത്ത പണങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് നീ മറ്റൊരു ചികിത്സക്കാരന്റെ കൂടെ പോയാൽ നിന്നെ മുഷിപ്പിച്ചേക്കാം, നിന്നെ മടുപ്പിച്ചേക്കാം. ഇതാണോ ഇസ്ലാം എന്ന് പോലും നിന്നെ ചിന്തിപ്പിച്ചേക്കാം. അങ്ങനെയൊന്നും നീ വഴിതെറ്റി പോകരുതേ. സൂറത്തുൽ ഫലഖ് അല്ലാഹു ഇറക്കിയതല്ലേ, സൂറത്തുൻ നാസ് അല്ലാഹു ഇറക്കിയതല്ലേ. ഇത് രണ്ടും നമ്മളോട് കാവൽ തേടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട രണ്ട് സൂറത്തുകളാണ്. അതുകൊണ്ടല്ലേ മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മോനെ സൂറത്തുൽ ഫലഖ് സൂറത്തുൻ നാസ് അതിനെ രാവിലെ ഓതണം, വൈകുന്നേരം ഓതണം, അതുപോലെ തന്നെ 5 വക്ത് ഫർള് നിസ്കാരത്തിന്റെ ശേഷവും നീ ഓതണം. വിരിപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിലും നീ ഓതണം. സിഹറിൽ നിന്ന് ബാത്തിലാക്കാനും അത് നിനക്ക് വലിയ ഫലമുള്ളതാണ്. വിഷത്തിൽ നിന്ന് മോചനം കിട്ടാനും, രോഗത്തിൽ നിന്നും കണ്ണേറിൽ നിന്നും രക്ഷ നേടാൻ ഈ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വലിയ ഔഷധമാണ്. എന്നിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു, قال رسول الله صلى الله عليه وسلم لعقبة بن عامر رضي الله عنه മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ഉഖബ, അല്ലയോ ഉഖബ, തഅബ്ബദ് ബിഹിമാ, നീ ഇവ രണ്ട് കൊണ്ടും കാവൽ തേടണം. ഏതുകൊണ്ടാണ്? ബിൽ ഫലഖി വന്നാസി, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇവ രണ്ട് കൊണ്ടും നീ കാവൽ തേടണേ. ഫമാ തഅബ്ബദ മുതഅബ്ബിദു ബിമിസ്ലിഹിമാ, ഇവ രണ്ടിനെ പോലോ തുല്യതയുള്ള മറ്റൊരു സൂറത്തും വേറെ നിനക്ക് കാണാൻ കഴിയില്ല. ആലോചിച്ചു നോക്കൂ, അല്ലാഹു നമുക്ക് തന്ന പണം അത് എന്തെങ്കിലും മാർഗത്തിലേക്കല്ല നമ്മൾ ചെലവഴിക്കേണ്ടത്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഒന്നുകൂടെ പറയട്ടെ, വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമം നടന്നു, നമ്മൾ വേഗം ആരെങ്കിലും അടുത്തേക്കൊന്നും ഓടിപ്പോവുക. എന്നിട്ട് അദ്ദേഹം വരാം, അദ്ദേഹം വന്നിട്ടോ അവിടെ ഇത് പൊളിക്കണം, ആ ബാത്റൂം അങ്ങോട്ട് മാറ്റണം, ഈ ബാത്റൂം ഇങ്ങോട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ പണം ഇല്ലാതെയാക്കുന്ന ചിന്തയുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഒന്നുകൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ ദീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർദ് എങ്ങനെ നിസ്കരിക്കണം, ളുഹർ എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ച ദീൻ, മോനെ നിന്റെ വീട് ഇങ്ങനെയാവണം, നിന്റെ ബാത്റൂം അങ്ങനെയാവണം, നിന്റെ മറ്റേത് ഇങ്ങനെയാകണം എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷേ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് ചില ജിന്നു വർഗങ്ങൾ ജീവിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്.
അത് നമ്മൾ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് നോക്കണം. അതിൽ ചില സൂത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കന്നുകാലികൾ ആദ്യം പറഞ്ഞേക്കണം. അവർക്ക് വല്ല രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലം അതിന് പറ്റൂല. ചിലപ്പോൾ ചില പയറുവർഗ്ഗങ്ങളൊക്കെ ഇട്ട് നോക്കണം. അത് മുളക്കുന്നുണ്ടെങ്കിൽ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് എന്ന് തിരിയും. എന്നാൽ ചിലരെ കൊണ്ടുവന്ന് അവര് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പൊ പറഞ്ഞിട്ട് ആ അടുക്കള ഇങ്ങോട്ട് മാറ്റണം, ഈ അടുക്കള ഇങ്ങോട്ട് മാറ്റണം, ഇവിടെ അടുപ്പ് പറ്റൂല, ഇവിടെ അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പണം തിന്നുന്നവരുണ്ടോ? ശ്രദ്ധിക്കണേ, അത് നന്നായി ശ്രദ്ധിക്കണമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാവലുള്ളത് സൂറത്തുൽ ഫലഖാണ്, സൂറത്തുൽ നാസാണ്, കൃത്യമായ നിസ്കാരമാണ്, ആയത്തുൽ കുർസിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓത്ത് നടക്കുന്നില്ലേ, നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ആയത്തുൽ കുർസി ഓതുന്നില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടുകാർ നിസ്കാരങ്ങൾ ആകുന്നുണ്ടോ, അവിടെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഒന്നുമില്ലാതെ അടഞ്ഞു കൂട്ടി നിൽക്കുകയാണോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ മറ്റു ആളുകൾ വന്ന് കയറും. നമ്മുടെ കണ്ണിൽ കാണുന്നതും കണ്ണിൽ കാണാത്തതും വല്ലവരും ജിന്നുകളും പിശാചുക്കളും കടന്നു കയറി അവരെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നന്നായി ഓതണം. സൂറത്തുൽ ബഖറ ഓതിയാൽ അത്തരം വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞില്ലേ, മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് നല്ല പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ കൊടുക്കണം. ആ പ്രൊട്ടക്ഷൻ എന്താണ്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവാ ഇലാ ഫിറാശിഹി, അവിടുത്തെ വിരിപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ജമാ കഫൈഹി, അവിടുത്തെ മുൻകൈ ഇങ്ങനെ പിടിക്കും. മുൻകൈ പിടിച്ചിട്ടോ അതിലേക്ക് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയതിനു ശേഷം തുമ്മ നഫഖ ഫീഹിമാ, ഈ രണ്ട് മുൻകൈയിലേക്ക് ഒന്ന് ഊതും, ഇശ്ഫി എന്ന് പറഞ്ഞു ഊതും. അങ്ങനെ ഊതിയതിനു ശേഷമോ, ഊതിയതിനു ശേഷം സുമ്മ മസഹ ബിഹിമാ മസ്തതാ മിൻ ജസദിഹി, അവിടുത്തെ ശരീരം മുതൽ തുടക്കം മുതൽ ഇങ്ങനെ തടവും. തടവിയിട്ട് ഈ കൈ എവിടെല്ലാം എത്തുന്നുണ്ടോ അവിടൊക്കെ ഇങ്ങനെ തടവും. തല മുതൽ തുടങ്ങിയതാണ്. അങ്ങനെ ശരീരമാസകലം തടവും. യഫ്അലു ദാലിക 3 മററാത്ത്, 3 തവണ ചെയ്യും. ഇങ്ങനെ 3 തവണ ചെയ്യുന്ന ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ ഉറങ്ങുമ്പോൾ ഇതുപോലെ എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ എത്ര പേര് കൈപൊക്കും? നിങ്ങൾ കൈപ്പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ ശരീരത്തോട് ചോദിക്കുക. നമ്മളിതൊന്നും ചെയ്യാതെ പോത്ത് കിടക്കും പോലെ ഒരൊറ്റച്ചാട്ടം ബെഡിലേക്ക് കിടക്കുകയാണോ? നമ്മൾ ശരിയായിട്ടില്ല. മറിച്ച് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി വുളു എടുക്കണം. ബ്രഷ് ചെയ്ത് വുളു എടുത്ത് നല്ല റാഹത്തോടുകൂടെ വിരിപ്പിലേക്ക് പോയി ആ വിരിപ്പിൽ പോയി ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ തരിക. കാരണം സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ പലരും ചെയ്യും. പക്ഷേ അതിനൊക്കെ പ്രൊട്ടക്ഷൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹ്ർ ചെയ്തിട്ടുണ്ട്. അൽഐനു ഹഖ്ഖുൻ വല്ലിസാനു ഹഖ്ഖുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമുക്ക് ചില വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികൾ നിങ്ങൾ നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്യാൻ വേണ്ടി ഒരു ജൂതൻ വന്നില്ലേ? കാന ലബീദ് ബിൻ അസ്മി അസ്ഹറൽ യഹൂദി, യഹൂദികളിൽ ഏറ്റവും വലിയ സിഹ്ർ ചെയ്യുന്ന ആളാണ് ലബീദ് ബിൻ അസ്മ എന്ന് പറയുന്ന ചങ്ങാതി. ഫഅമറഹു, അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ്, ആ ജൂതന്മാരിൽപ്പെട്ട അവരുടെ നേതാക്കന്മാരെ കൽപ്പിക്കുകയാണ്, ഈ മുഹറം മാസത്തിൽ സനത 7 മിനൽ ഹിജ്റ, ഹിജ്റ 7-ാം വർഷത്തിൽ അയ്യസ്ഹറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ നേതാവ്, നമ്മുടെ കരളിന്റെ കഷ്ണം ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കാൻ, അവിടത്തേക്ക് സിഹ്ർ ചെയ്യാൻ വേണ്ടി യഹൂദികളിൽപ്പെട്ട നേതാക്കന്മാർ വന്നു. കാരണം എന്താ വന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്തു നോക്കി. പക്ഷേ ഒന്നും ഫലിച്ചില്ല. സിഹ്ർ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെയ്യാണ്, പക്ഷെ ഒന്നും ഫലിച്ചില്ല. അങ്ങനെ ഇവര് ചെന്നതാണ് ലബീദ് ബിൻ അസ്മിന്റെ അടുത്തേക്ക്. 3 ദീനാർ കൊടുത്തു സിഹ്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു.
ഇന്നാലില്ല. പരസ്പരം പാരപണിയുന്നവരും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി സമീപിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ? നമ്മുടെ ഈമാൻ ഇല്ലാതെയായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിഹർ ചെയ്യുക എന്നുള്ളത് വലിയ മോശമാണ്. അല്ലാഹു തആല എണ്ണിയ 7 വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണ് സിഹർ ചെയ്യുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ 3 ദീനാർ കൊടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ 3 ദീനാർ കിട്ടല്ലേ. ഫതവല്ലാഹു ലബീദുൻ, ലബീദ് അത് ഏറ്റെടുത്തു. വബനാതുഹു, അവന്റെ പെൺമക്കളും അത് ഏറ്റെടുത്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അന്നഫസാതു ഫിൽ ഉഖദി, അവനൊരു ചരടെടുത്ത് അത് കെട്ടി, അതിങ്ങനെ ഓരോ കെട്ടുകൾ കെട്ടി. എന്നിട്ടോ ആ കെട്ടുകളിൽ അവൻ ഊതുകയാണ്. അവന്റെ ഓരോ മന്ത്രങ്ങളും ഊതുകയാണ്. ഫസഹറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വതരിൻ ബിഹി 11 കെട്ടിങ്ങനെ ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ ഊതുകയാണ്. പൈശാചികമായ ഊത്താണ്. അങ്ങനെ കമാ അന്നഹു ജഅല മിൻ ശംഇ സൂറത റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രൂപം മെഴുകുകൊണ്ടുണ്ടാക്കി. മെഴുകുകൊണ്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, വറസ ഫീഹാ 11 ഇബ്റതൻ, 11 സൂചി എടുത്തിട്ട് ആ മെഴുകിൽ ഇങ്ങനെ കുത്തിവെച്ച് അവന്റെ ഓരോ കോപ്രായങ്ങളും മന്ത്രങ്ങളൊക്കെ നടത്തി. എന്നിട്ടോ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയി അത് ഇടുകയാണ്. എന്തിന്? ഈ ദീനിന് നേതൃത്വം നൽകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കാൻ. പക്ഷേ അല്ലാഹുവല്ലേ ദീന് വളർത്തുന്നവൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്നവനും അല്ലാഹുവല്ലേ. അല്ലാഹു തആല ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതെല്ലാം അറിയിച്ചു കൊടുക്കുകയാണ്. ഫഅലമഹുല്ലാഹു തആല ബിദാലിക വബിമഹല്ലിഹി, ഈ വിഷയം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ നബിയേ, തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ലബീദ് ഇന്നാലിന്റെ പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുത്തുകൊണ്ട് ദർവാൻ എന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടത് ലബീദ് ബിനുൽ അസ്സമാണ്. അതുകൊണ്ട് നബിയേ, ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ മുഅവ്വദതൈൻ, അവിടത്തേക്ക് മുഅവ്വദതൈൻ എന്ന് പറയുന്ന സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഞാൻ ഇറക്കുന്നുണ്ട്. വഹുമാ 11 ആയ, അത് 11 ആയത്തുകളാണ്. എങ്ങനെയാണ് 11 ആയത്ത്? സൂറത്തുൽ ഫലഖ് അത് 5 ആയത്തും, സൂറത്തുൻ നാസ് അത് 6 ആയത്തും. 5 + 6 = 11. ഇങ്ങനെ ഈ 11 ആയത്തുകൾ നബിയെ തങ്ങളോദിയാൽ തങ്ങൾക്ക് വലിയ സംരക്ഷണമുണ്ട്. നബിയേ, തങ്ങളത് അറിഞ്ഞതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഓതുകയാണ്. ഓതിയപ്പോൾ ഫകുല്ലമാ ഖറഅ ആയതൻ മിൻഹുമാ ഇൻ ഹല്ലത് ഉഖദ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയൊരു പ്രയാസം വന്നെങ്കിലും ആ പ്രയാസങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകാൻ, ഈ കെട്ടുകുടുക്കുകളെല്ലാം അഴിഞ്ഞു പോകാൻ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അല്ലാഹു ഇറക്കി കൊടുത്തു. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ് വകുല്ലമാ നസഅ ഇബ്റതൻ വജദ ബഅദഹാ റാഹ. അങ്ങനെ ഓരോ ആയത്തും ഇങ്ങനെ ഓതുന്നതനുസരിച്ച് ഓരോ സൂചികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഇത് പൂർണ്ണമായി ഓതിയപ്പോൾ ഹത്താ ഖാമ കഅന്നഹു നശിത മിൻ ഇഖാലി,
മുമ്പുള്ളതിനേക്കാൾ നല്ല ഉന്മേഷം കിട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല മനുക്കരൂത് കിട്ടി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയും, അല്ലാഹു തആല നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ അത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഖുർആൻ അത് പതിവായി ഓതണം. കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി നന്നായി നമ്മുടെ ശരീരമാസകലം തടവി ഉറങ്ങുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യാ അക്രമ ബൈത്തി ചൊല്ലണം. നിങ്ങൾ അടുത്തോട്ട് വരണം. يا أكرم الخلق ما لي من آلوذ به سواك عند حلول حديث العمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وغرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كاللمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة حين يقسمها تأتي على حسب عصيان في الحساب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين له صبرا متى تدعوه الأحوال ينهزمني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب
مولاي آمنا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان الكريم مولاي دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير كريم مولاي دائما آمنا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي وسلم دائما على حبيبك خير الخلق كلهم തമ്പുരാന് മരണപ്പെട്ടു പോയവർ അതുപോലെ തന്നെ ഇന്നത്തെ ചായ സഫേരി കുഞ്ഞഹമ്മദാക്കാൻ അല്ലേ പേരെന്താ മുഹമ്മദ് എന്തുദ്ദേശം ഉദ്ദേശിക്കുന്നതാണ് ആ ഹദിയ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റിക്കൊടുക്കുന്നുണ്ട് രോഗങ്ങളൊക്കെ നിശ്ചിതയായിരിക്കുന്നു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അറുവാഹിലേക്ക് അതിൻ്റെ മനസ്സിൽ എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവരും 10 തഹ്ലീൽ ചൊല്ലണം അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم اجعلنا من أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم أحي قلوبنا بنور معرفتك يا أرحم الراحمين اللهم أحي قلوبنا بنور معرفتك يا أرحم الراحمين اللهم أحي قلوبنا بنور معرفتك يا أرحم الراحمين بحق يا حي يا قيوم يا حي يا قيوم يا حي يا قيوم أرحم الراحمين يا الله ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ് പറഞ്ഞതും കേട്ടതും എല്ലാം നീ ഖബൂലാക്കി തരണേ റഹ്മാനേ നിന്റെ നൂറാകുന്ന ഇൽമു ഹൃദയത്തിൽ ഇട്ടു തരണേ അല്ലാഹ്
ഇഖ്ലാസും ഈമാനും തഖ്വയും ഏറ്റി തരണേ അല്ലാഹ്. കൃത്യമായി നീ കൽപ്പിച്ചതുണ്ടോ ജീവിതത്തിൽ എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. നീ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി നിന്റെ മുഖ്ലിസീങ്ങളുടെ മുത്തഖീങ്ങളുടെ സ്വലിഹീങ്ങളുടെ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ എല്ലാവരും ഞങ്ങളെ എല്ലാവരെയും നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ലാഹ്. രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം നീ അകറ്റി റാഹത്ത് സന്തോഷം നീ നൽകണേ റഹ്മാനെ. ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. അതിനുള്ള എല്ലാ സാമ്പത്തികമായും മറ്റു എല്ലാവിധ വഴികളും നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. റബ്ബേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവസാനം ആഖിബത്തുമായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്. കടമുള്ളവരായി ഞങ്ങൾ ആരെയും മരിപ്പിക്കരുത് അല്ലാഹ്. കടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ കടങ്ങളും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതിനുള്ള വഴികൾ മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫാറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم